പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബാറിന് പുറത്ത് ടച്ചിങ്സിനെ ചൊല്ലി കൂട്ടയടി. ഹെൽമറ്റ് ഉപയോഗിച്ച് 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. യാത്ര പോകുന്നതാണ്. വീഡിയോ എടുത്ത് വെച്ചേക്കാം. അടിയേറ്റ ഒരാളുടെ തലയ്ക്ക് പൊട്ടലേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിലായിട്ടുണ്ട്. CK അഭിലാൽ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഇപ്പോൾ ബാറിന് പുറത്ത് ലഹരിയിൽ ആയിരിക്കുന്ന ആളുകൾ എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. ഇത്രയൊക്കെ മർദ്ദിക്കുമോ എന്നൊന്നും ചോദിക്കാൻ കഴിയില്ല. സാമാന്യ ബുദ്ധിയോ വിവരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ലല്ലോ അവരാരും ഉള്ളത്. ഇതിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, ചത്തുപോവുകയുള്ളൂ എന്ന്. ആ നിലയ്ക്കുള്ള അക്രമമാണ് ഉണ്ടായത്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന അമല ബാറിന് പുറത്ത് ഇന്നലെ രാത്രി 9:15 കൂടിയാണ് ഈ അക്രമ സംഭവം ഉണ്ടാകുന്നത്. ബാറിൽ നിന്നും പുറത്തിറങ്ങിയ ചില ആളുകൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ടേബിൾ മാറി ടച്ചിങ്സ് എടുത്തതുമായി ബന്ധപ്പെട്ട് ബാറിനുള്ളിൽ ഉണ്ടായ തർക്കമാണ് പിന്നീട് പുറത്ത് തർക്കത്തിനും തമ്മിലടിക്കും ഇടവരുത്തിയത്. 2 സംഘങ്ങളിലായി 3 പേർ വീതമുള്ള ആളുകളാണ് ഇവിടെ മദ്യപിക്കാൻ എത്തുകയും പിന്നീട് മദ്യലഹരിയിൽ പരിധി വിട്ട ശേഷം ടേബിൾ മാറി ടച്ചിങ്സ് എടുക്കുകയുമാണ് ഉണ്ടായത്. അത് ബാറിനുള്ളിൽ തർക്കത്തിലേക്കും പിന്നീട് അത് പുറത്ത് ഇറങ്ങിയപ്പോൾ തമ്മിലടിയിലേക്കും കലാശിക്കുകയായിരുന്നു. പത്തനംതിട്ട സ്വദേശികളായ ഷൈജു, അരുൺ, ശ്യാം എന്നിവർക്കാണ് കൂടുതൽ തല്ല് കിട്ടുകയും അതിൽ 2 പേർ അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ഇവരെ മർദ്ദിച്ചത് പത്തനംതിട്ട നന്നൂക്കാട് സ്വദേശികളായിട്ടുള്ള സിജു P. ജോസ്, പാറയിരിക്കുന്നിടം ഷിബു, ഒപ്പം തന്നെ മലയാളപ്പുഴ താഴം സ്വദേശി അഭിലാഷ് എന്നിവരാണ്. കൂട്ടത്തിൽ ഒരുവൻ അടികൊണ്ട് നിലത്ത് വീണ യുവാക്കൾ 2 പേരെ മാറി മാറി തലയ്ക്കും ശരീരത്തിലും ഹെൽമറ്റ് കൊണ്ട് ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളും ഇതിനകത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഈ അത്രയ്ക്ക് ക്രൂരമായ മർദ്ദനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നതെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. അടിയേറ്റ 2 പേർ നിലത്ത് വീഴുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്ത സ്ഥിതിയുണ്ടായി. ആദ്യഘട്ടത്തിൽ കാഴ്ചക്കാരായി നിന്ന ആളുകൾ പിന്നീട് ഈ മറ്റു യുവാക്കൾ 3 പേരെയും വിരട്ടി ഓടിച്ച ശേഷമാണ് മറ്റ് 3 പേരെയും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമം നടത്തിയത്. എന്നാൽ അടികൊണ്ടതിൽ ഷൈജു, അരുൺ എന്നിവരെ മാത്രമാണ് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. ഇതിനിടയിൽ ശ്യാം സ്ഥലത്തു നിന്നും മുങ്ങിയ സ്ഥിതിയുണ്ടായി. അതേസമയം തന്നെ പോലീസ് സ്ഥലത്ത് എത്തി അക്രമി സംഘത്തിൽ 3 പേരിൽ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ആശുപത്രിയിലെത്തി അടികൊണ്ടവരുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് ശ്രമം നടത്തിയെങ്കിലും മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ പോലീസുകാരെയും അതോടൊപ്പം തന്നെ ഡോക്ടർ അടക്കം ആശുപത്രി ജീവനക്കാരെയും അസഭ്യം പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് കഴിഞ്ഞ രാത്രി അവർക്ക് മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ബാറിനുള്ളിൽ വെച്ച് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നു അഭിലാൽ. അതിനുശേഷം പുറത്തേക്ക് വന്ന് തല്ലുണ്ടാക്കുകയായിരുന്നു അതോ മാത്രമല്ല ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് അതിനെ പിടിച്ചു മാറ്റുകയോ ഈ അവസാന നിമിഷം വരെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? രാത്രി 9 മണി സമയമാണ്. KSRTC ബസ് സ്റ്റാൻഡ് എതിർവശത്താണ് ഈ അമല ബാറിൻ്റെ സ്ഥാനം. അവിടെ അതിനുള്ളിൽ കടന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ തർക്കത്തിൻ്റെ തുടക്കം. 3 പേർ വീതമുള്ള 2 ടേബിളുകളിലായാണ് ഈ അക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ ഇരുന്ന് മദ്യപിച്ചിരുന്നത്. പരിധി വിട്ട മദ്യം കഴിച്ചു തലയ്ക്ക് പിടിച്ച ഘട്ടത്തിലാണ് തൊട്ടടുത്തിരുന്ന ടേബിളിലെ ടച്ചിങ്സ് ഒരു വിഭാഗം ആളുകൾ എടുക്കുകയും ഇത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ബാറിനുള്ളിൽ തർക്കമായതോടുകൂടി ജീവനക്കാർ ഇടപെട്ട് 6 പേരെയും പുറത്താക്കുകയാണ് ഉണ്ടായത്. ഈ പുറത്തേക്ക് പോകുന്ന സംഘങ്ങൾ തമ്മിൽ ഇറങ്ങിപ്പോകുന്ന വേളയിലും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ഈ അവിടെ കാഴ്ചക്കാരായി നിന്ന ആളുകൾ അടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ തന്നെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ഈ ദൃശ്യങ്ങൾ പകർത്തുകയുമാണ് ഉണ്ടായത്. അതിക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് എന്നതിനാൽ തന്നെ ഒപ്പം തന്നെ ഈ സംഘത്തിലുള്ള ആളുകൾ മദ്യലഹരിയിലാണ് എന്നത് വ്യക്തമായതിനാൽ തന്നെ കാഴ്ചക്കാരായിട്ടുള്ള ആരും ആദ്യഘട്ടത്തിൽ അടുത്തില്ല. അതേസമയം തന്നെ അടികൊണ്ട് ബോധരഹിതരായി യുവാക്കൾ നിലത്ത് വീണിട്ടും അവർക്ക് യാതൊരു തരത്തിലുള്ള ചലനവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാമെന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒടുവിൽ മറ്റു ചിലർ ഈ വിഷയത്തിൽ ഇടപെടുകയും യുവാക്കളായ 3 പേരെ അവിടെ നിന്നും ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കാൻ ശ്രമിക്കുകയും അടികൊണ്ട ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷേ അതിൽ ഒരാൾ ബോധൻ ഉള്ള ആളായിരുന്നു, ശ്യാം എന്ന ആൾ. പക്ഷേ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറാകാതെ സ്ഥലത്തു നിന്നും മുങ്ങി. മറ്റ് 2 പേരെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്.
മരിച്ചത്. ഏറ്റവും ഒടുവിൽ ആശുപത്രിയിലെത്തി മൊഴിയെടുക്കാൻ ശ്രമം നടത്തിയ വേളയിൽ പോലും പോലീസുകാരോടും ഈ അടി കണ്ട ആളുകൾ മോശമായ രീതിയിൽ പെരുമാറി. ആ ഘട്ടത്തിലാണ് അവർക്ക് മൊഴിയെടുക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നത്. ഈ വിഷയത്തിൽ നിലവിൽ ശരി, അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ബാറിന് മുന്നിൽ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ബാറാണ്. അതിനു മുന്നിലാണ് കൂട്ടത്തല്ലുണ്ടായത്. രണ്ടുപേരെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനക്കമില്ലാതെ ആയതോടുകൂടിയാണ് ആളുകൾ ചേർന്ന് ഈ 3 പേരെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഓടിച്ചു വിടുകയും മറ്റുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അഭിലാലാണ് വിവരങ്ങൾ.